കാശിനി ഇരുളെ നീക്കും. ഇന്ന് ആയില്യം നക്ഷത്രവും ആയില്യം നക്ഷത്രക്കാരുടെ സ്വഭാവ ഗുണദോഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആയില്യം നക്ഷത്രത്തിൻ്റെ ദേവത സർപ്പദൈവങ്ങളാണ്. ഗണം അസുരഗണമാണ്. യോനി പുരുഷയോനിയാണ്. ഭൂതം ജലമാണ്. വൃക്ഷം നാരകമാണ്. പക്ഷി ചകോരമാണ്. കരിമ്പൂച്ച മൃഗമാണ്. രജു പാദമാണ്. അക്ഷരം ഇകാരമാണ്. മന്ത്രം മകാരമാണ്. ഏതേ നിത്യം വന്നിനിയാൽ ഇതിപ്രമാണാൽ മേൽപ്പറഞ്ഞ പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെയും ജന്മവൃക്ഷം വെട്ടി നശിപ്പിക്കാതെയും വെച്ചു പിടിപ്പിക്കുകയും ഭൂതദേവതകളെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആയുരാരോഗ്യ സമ്പൽപ്രദം. ആയില്യ നക്ഷത്രത്തിൽ ശത്രു ഗമനകൃത്യങ്ങൾക്കും വിഷസംബന്ധമായും സർപ്പസംബന്ധമായുമുള്ള കാര്യങ്ങൾക്കും സാഹസ്യകൃത്യങ്ങൾക്കും കച്ചവടങ്ങൾക്കും ഇത് നല്ലതാണ്. ഇനി ആയില്യം നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള കുറച്ച് ഫലങ്ങൾ നമുക്ക് നോക്കാം. സർപ്പപ്രാധാന്യമുള്ള ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ എന്ത് ചെയ്യാൻ മടിക്കാത്തവരും സംശയാലുക്കളുമായിരിക്കും. പലപ്പോഴും പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ സ്വഭാവ സവിശേഷതകൾ ഈ നക്ഷത്രക്കാരിൽ കാണാം. ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കുവാൻ ഇവർ ഏത് മാർഗവും അവലംബിക്കുന്നതാണ്. കൗശലബുദ്ധി, വാക്സാമർഥ്യം, സ്വാർത്ഥത, രൗദ്ര സ്വഭാവം ഇവയെല്ലാം ഇവരുടെ പ്രത്യേകതകളാണ്. ഈ കൂട്ടരെ എന്ത് ചെയ്യാനും മടിക്കാത്തവരും ഏത് രംഗത്തും ധീരതയോടുകൂടി ഇറങ്ങി നിൽക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാര്. ആരെയും ദ്രോഹിക്കുന്ന സ്വഭാവമായിരിക്കില്ല ഇവരുടേത്. ചപലപ്രവർത്തികൾ മൂലം അപവാദം കേൾക്കാൻ ഇവര് ഇടയാകും. ഈ കൂട്ടര് അങ്ങനെ ആരെയും വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള നക്ഷത്രക്കാരല്ല. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരിക്കും. പലപ്പോഴും ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തികപരമായിട്ട് ഇവർ ഒരു കാലഘട്ടത്തിൽ ഉയരുക തന്നെ ചെയ്യും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ദാമ്പത്തിക ജീവിതം പൊതുവെ ക്ലേശകരമായിരിക്കും. വാക്സാമർഥ്യവും തന്റേടക്കാരികളായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ. ഇവര് കുടുംബജീവിതത്തിൽ ഗൃഹഭരണത്തിൽ നിപുണകളായിരിക്കും. പൂരം, അത്തം, ചോതി ഈ മൂന്നഞ്ചേഴ നക്ഷത്രക്കാരുമായി ഈ ആയില്യം നക്ഷത്രക്കാർ അധികം സഹവാസവും ഇടപെടലുകളും പാടില്ലാത്തതാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് 12-ൽ വ്യാഴവും 9-ൽ ശനിയും സഞ്ചരിക്കുന്ന കാലമാണ്. അത് നല്ലൊരു കാലഘട്ടമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ശുഭം.